ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കാറ്റഗറി നമ്പർ 211/2023. എക്സാം നടന്നിരിക്കുന്നത് 2024 ജാനുവരി മന്തിലാണ്. NCAയുടെ ഒരു എക്സാമാണ്. ഓക്കെ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ എക്സാമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടായിട്ടായിരിക്കും സോൾവ് ചെയ്യുന്നത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ HSC മാത്തമാറ്റിക്സിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആചാര്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, സംഖ്യാ സിദ്ധാന്തത്തിൽ ഡിമോർഗൻസ് ലോ താഴെ കാണുന്നവയിൽ ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. എല്ലാവർക്കും പരിചിതമാണ് ഈ ഒരു ലോ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിമോർഗൻസ് ലോ ഏതാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഡിമോർഗൻസ് ലോ എന്ന് വെച്ചാൽ രണ്ട് ലോസ് ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. രണ്ട് നിയമങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻറ്റും, അതുപോലെ A ഇൻ്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് യൂണിയൻ B കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ലോസ് ആണ് ഡിമോർഗൻസ് ലോയിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം നോക്കൂ. ആദ്യത്തേത് A യൂണിയൻ B ആണ്. ഓക്കെ, A യൂണിയൻ B ഹോൾ ബാർ എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ലോ എങ്ങനെയാണ്? യൂണിയൻ പോയിട്ട് ഇൻ്റർസെക്ഷൻ ആയി. അതുപോലെ കോംപ്ലിമെൻ്റ് എന്നുള്ളത് സെപ്പറേറ്റ്, എക്കും ബിക്കും സെപ്പറേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് രണ്ടാമത്തേത് A ഇൻ്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തായി മാറി? സെപ്പറേറ്റ് കോംപ്ലിമെൻ്റ് കൊടുക്കുമ്പോൾ നടുവിലുള്ള ആ ഒരു ഓപ്പറേഷൻ എന്തായിട്ട് മാറി? യൂണിയൻ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ യൂണിയൻ എന്നുള്ളത് ഇൻ്റർസെക്ഷൻ ആയിട്ടും ഇൻ്റർസെക്ഷൻ എന്നുള്ളത് യൂണിയൻ ആയിട്ടും ആണ് ഇവിടെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണിത്. ഓക്കെ, ഇപ്പോൾ പല പ്രോബ്ലംസ് നമ്മൾ ഈ റൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ, പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത് ഏത്? ഓക്കെ, പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിഫ്ലക്സീവ്, ഓപ്ഷൻ ബി സിമ്മട്രിക്, ഓപ്ഷൻ സി ആൻറ്റി സിമ്മട്രിക്, ഓപ്ഷൻ ഡി ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ ഓർഡർ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എ റിലേഷൻ ആർ ഓൺ എ സെറ്റ് എ ഈസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ ഇഫ്, അതായത് ഒരു റിലേഷൻ ആവാനുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു റിലേഷൻ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആയിരിക്കണം. ആ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആയിരിക്കണം. സെക്കൻഡ് വൺ, ആർ ഈസ് ആൻറ്റി സിമ്മട്രിക്. ഓക്കെ, ആൻറ്റി സിമ്മട്രിക് ആയിരിക്കണം. ദെൻ തേർഡ് വൺ, ആർ ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു റിലേഷൻ പാർഷ്യൽ ഓർഡർ റിലേഷൻ ആവണമെങ്കിൽ റിഫ്ലക്സീവ് ആയിരിക്കണം, ആൻറ്റി സിമെട്രിക് ആയിരിക്കണം, ദെൻ നെക്സ്റ്റ് അടുത്ത് എന്താണ്? ട്രാൻസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പാർഷ്യൽ ഓർഡർ റിലേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത് ഇതിൽ ഏതാണ്? റിഫ്ലക്സീവ് പാർഷ്യൽ ഓർഡർ ആണ്. ആൻറ്റി സിമ്മട്രിക്കും അതുപോലെ ട്രാൻസിറ്റീവും എന്താണ്? പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇതല്ലാത്തത് ഏതാണ്? സിമ്മട്രിക് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. സിമ്മട്രിക് റിലേഷൻ ആണ് പാർഷ്യൽ ഓർഡർ റിലേഷൻ്റെ ഭാഗമല്ലാത്തത്. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. അതിൽ സിമ്മട്രിക് എന്തിൽ വരുന്നില്ല? പാർഷ്യൽ ഓർഡർ റിലേഷനിൽ വരുന്നില്ല. ഓക്കെ, ഇതിന് അടുത്ത ചോദ്യം നോക്കൂ. ഒരു സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ ആയാൽ വിസ്തീർണം കാണുക. ഓക്കെ, ഒരു സമഷഡ്ഭുജത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എ ആയാൽ വിസ്തീർണം കാണുക എന്നാണ് ചോദ്യം. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഇനി പോളിഗൺ അല്ലേ. പോളിഗൺ എന്ന് പറഞ്ഞാൽ ബഹുഭുജം എന്നാണ്. അപ്പോൾ എന്താ? രണ്ടിൽ കൂടുതൽ വശങ്ങൾ വരുന്ന രൂപങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിൻ്റെ വശങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അവ ഏതാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഓക്കെ,
അപ്പോൾ നോക്കൂ, നമ്മൾ മലയാളത്തിലും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാമല്ലേ, പക്ഷെ മലയാളത്തിലുള്ള വേർഡ് കൂടി പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ സമഷഡ്ഭുജം, ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ആയതിനാൽ രൂപങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ മലയാളം വേർഡ് കൂടി പഠിക്കുക. 3 വശങ്ങളാണെങ്കിൽ ത്രികോണമാണ് അല്ലേ, ട്രയാങ്കിളിനെയാണ് ത്രികോണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 4 വശങ്ങളാണെങ്കിൽ എന്താണ്, ക്വാഡ്രിലാറ്ററലാണ്, ചതുർഭുജം. ഓക്കെ, 4 വശമാണെങ്കിൽ ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. ദെൻ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ പഞ്ചഭുജം അല്ലെ, 5 വശങ്ങൾ വരുന്നതിനെയാണ് പഞ്ചഭുജം അഥവാ പെൻറ്റഗൺ എന്ന് പറയുന്നത്. ദെൻ ഹെക്സാഗൺ എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജം. ഓക്കെ, ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെക്സഗൺ ആണ്, 6 സൈഡ്സ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ ഹെപ്റ്റഗൺ ഉണ്ട്, സപ്തഭുജമാണ്. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ അഷ്ടഭുജമാണ്, 8 സൈഡ്സ് ആണ്, 8 വശങ്ങളാണ് വരുന്നത്. ദെൻ നണ്ണഗൺ നവഭുജം, അതുപോലെ ഡെക്കഗൺ ദശഭുജം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മലയാളം വാക്കുകൾ പഠിച്ചു വെക്കുക. പഞ്ചഭുജം അറിയാം 5 ആണെന്ന്, അതുപോലെ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്, 6 സൈഡ്സ് ആണ്. സപ്തഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹെപ്റ്റഗൺ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഷഡ്ഭുജം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സമഷഡ്ഭുജം എന്ന് പറയുന്നത് എന്താണ്, റെഗുലർ ഹെക്സഗൺ ആണല്ലേ. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എല്ലാ വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, സമഷഡ്ഭുജം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. റെഗുലർ ഹെക്സഗണെയാണ് സമഷഡ്ഭുജം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ വിസ്തീർണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ, വിസ്തീർണ്ണം എന്ന് പറഞ്ഞ ഏരിയ ആണ് കേട്ടോ, പലർക്കും ഇത് അറിയില്ല, അതുകൊണ്ടാണ് മലയാളം വേർഡ് കൂടി പറഞ്ഞു തരുന്നത്. വിസ്തീർണ്ണം എന്ന് പറഞ്ഞ ഏരിയ ആണ്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നോക്കൂ, സമഭുജ ത്രികോണം അല്ലേ, അതായത് എല്ലാ വശങ്ങളുടെയും അളവുകൾ തുല്യമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിലെ എല്ലാ സൈഡ്സിൻ്റെയും മെഷർമെൻറ്റ് ഈക്വൽ ആണെങ്കിൽ അതിനെയാണ് സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഓക്കെ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അറിയില്ലെങ്കിൽ √3/4a² ആണ്. ഓക്കെ, ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, √3/4a² ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോണളവ്, ആംഗിൾസ് എന്ന് പറയുന്നത് ടോട്ടൽ ഒരു ട്രയാങ്കിളിൻ്റെ എത്രയാണ്, 180 ഡിഗ്രിയാണ് അല്ലേ. ആകെ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഓരോ വശത്തിൻ്റെയും മെഷർമെൻറ്റ് എത്ര വരും, 60 ഡിഗ്രി വെച്ചിട്ടാണ് വരുന്നത്. 60 ഡിഗ്രി ആയിരിക്കും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ കോണിൻ്റെയും അളവെന്ന് പറയുന്നത്. ഓക്കെ, ഓരോ കോണിൻ്റെയും അളവ് എത്രയാണ്, 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് √3/4a² ആണ്. ഇനി ഹെക്സഗണിൻ്റെ ഏരിയ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാണല്ലോ ഹെക്സഗൺ, 6 സൈഡ്സ് ആണ് വരുന്നത് അല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സെൻറ്ററിലോട്ട് യോജിപ്പിച്ചിട്ട് കുറേ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി, 1 2 3 4 5 6. ഓക്കെ, അപ്പോൾ ഒരു ഷഡ്ഭുജൻ ഹെക്സഗണിനെ നമ്മൾ എന്താക്കി മാറ്റി, 6 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഓക്കെ, എന്നിട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ഏരിയനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ടോട്ടൽ ഹെക്സഗണിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഓരോ ഹെക്സഗണിൻ്റെ ഏരിയ, ഒരു ഹെക്സഗണിൻ്റെ ഏരിയ എന്താണെന്ന് നോക്കുന്നു. ഇത് എല്ലാത്തിൻ്റെയും ഏരിയ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ 6 എന്ത് വരുന്നുണ്ട്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ ചെയ്തതായിരിക്കും ഈ ടോട്ടൽ ഹെക്സഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു ഏരിയ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്, √3/4a² ആണ്. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 ഇൻറ്റു √3/4a², അതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. 6ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 3/2 എന്ന് വരും. ഓക്കെ, അങ്ങനെ 3√3/2a² എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതാ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി ആണ്, 3/2 √3a². അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ √3/4a² അത് ഓർത്ത് വെക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ഷഡ്ഭുജത്തിൻ്റെ അത് കാണാതെ പഠിക്കേണ്ടതില്ല. ഓക്കെ, കാണാതെ പഠിക്കേണ്ടില്ല, പകരം ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഓരോ രൂപത്തിൻ്റെയും കാണാതെ പഠിക്കണമെന്നില്ല, വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, പക്ഷെ മാറിപ്പോവരുത്, ഇതൊന്ന് ചെയ്ത ശേഷം മാത്രം ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 7 പുരുഷന്മാരും 5 സ്ത്രീകളും ചേർന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും 3 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങിയ സമിതിയെ എത്ര രീതിയിൽ തിരഞ്ഞെടുക്കാം?
ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ എന്താണ്? കോമ്പിനേഷനാണ്. സെലക്ട് ചെയ്യുക, ഒരു കൂട്ടം അല്ലെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് പീപ്പിൾസിൽ നിന്ന് സം പീപ്പിൾസിനെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോൾസിന് നമ്പർ ഓഫ് ബോൾസിൽ നിന്ന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബാഗിൽ നിന്ന് ഒരു ബാഗിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ്റെ ഫോർമുല എന്താ? NCR ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇതാണ് കോമ്പിനേഷൻ്റെ ഫോർമുല. പക്ഷെ നമ്മൾ ഫോർമുലയൊന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അതെങ്ങനെയാണ് നോക്കാം കേട്ടോ. ഇതിൽ നോക്കൂ, നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? 7 പുരുഷന്മാരും 5 സ്ത്രീകളാണുള്ളത് അല്ലേ? ആ ഗ്രൂപ്പിൽ നിന്ന് 3 പുരുഷന്മാർ. അപ്പോൾ 7 പുരുഷന്മാരിൽ നിന്ന് 3 പുരുഷന്മാരെ ചൂസ് ചെയ്യണം. അപ്പോൾ എന്താണ്? 7C3. ഓക്കെ, 7 പുരുഷന്മാരിൽ നിന്ന് 3 പുരുഷന്മാരെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നത്? 7C3. ഇനി അടുത്ത് നോക്കൂ, 5 സ്ത്രീകളിൽ നിന്ന് 2 സ്ത്രീകളെയല്ലേ ചൂസ് ചെയ്യുന്നത്? അപ്പോൾ 5C2 എന്ന് കൊടുക്കാം. ഓക്കെ, 5ൽ നിന്ന് 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 5C2. ഇടയിൽ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ ചിഹ്നമല്ലേ കൊടുത്തിരിക്കുന്നത്? അതെന്തുകൊണ്ടാണ്? നമുക്ക് ഈ 3 പുരുഷന്മാരും വേണം, 2 സ്ത്രീകളും വേണം. ഓക്കെ, അല്ലെങ്കിൽ 3 പുരുഷന്മാരോ അല്ലെങ്കിൽ 2 സ്ത്രീകളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷന് പകരം പ്ലസ് കൊടുക്കാം. ഓറാണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലസ് കൊടുക്കുന്നു. ആൻഡ് ഇത് രണ്ടും വേണമെന്നാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷനാണ് സെൻറ്ററിൽ വരുന്ന ചിഹ്നം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഈ ചിഹ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. 7C3 എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക നോക്കിക്കോളൂ. 7C3 ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ 7 ആണല്ലോ, 7ഉം 3ഉം. അപ്പോൾ 7ന് താഴോട്ട് 3 നമ്പേഴ്സ് ന്യൂമറേറ്ററിൽ എഴുതുന്നു. 7ന് താഴോട്ട് 3 നമ്പർ ഏതാണ്? 7 × 6 × 5 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്താ? 1 × 2 × 3. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ 5C2 എങ്ങനെയാണ്? 5C2 ആണല്ലേ? അപ്പോൾ 5ന് താഴെ 2 ടേംസ് ആണ് എഴുതേണ്ടത്. ഇവിടുത്തെ നമ്പർ എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ഈ നമ്പറിന് താഴെയായിട്ട് ഇവിടെ എത്ര? 2 ആണെങ്കിൽ 2 നമ്പർ എഴുതുന്നു. അപ്പോൾ 5 × 4 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്താ? 1 × 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ 7C3 എന്ന് പറയുമ്പോൾ 7ന് താഴെ 3 നമ്പർ എഴുതുന്നു. 7 × 6 × 5 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. 5C2 എന്ന് പറഞ്ഞപ്പോൾ 5ന് താഴെ 2 നമ്പർ എഴുതി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുന്നു? 2 ഫാക്ടോറിയൽ എഴുതുന്നു. ഓക്കെ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ? ഇപ്പോൾ ന്യൂമറേറ്ററിൽ 6ഉം ഡിനോമിനേറ്ററിൽ 2 × 3 6 ആണ്, അതും ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ ഇവിടെയാണെങ്കിൽ 4ഉം 2ഉം ക്യാൻസൽ ചെയ്തു, 2 എന്ന് കിട്ടി. ഇവിടെ 7 × 5 35 × 10 വരും. ദാറ്റ് ഈസ് 350 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ആൻസർ എത്ര കിട്ടിയിട്ടുണ്ട്? 350 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വന്നിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻറ്റ് പാർട്ടായിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടാണിത്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്